ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി ഷോർട്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രസ് മേക്കോറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എന്ത് പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് അവസാനത്തെ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടാലേ ഞാൻ വീഡിയോ എടുക്കും തീരുമാനിച്ചതാണ്. പിന്നെ ഞാൻ വീഡിയോസെല്ലാം എടുത്തു വെച്ചു, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ തന്നെ മനസ്സിലാവുമല്ലോ എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഡെസ്കിനെ ഒന്ന് മിനുക്കിയെടുക്കണം. എനിക്ക് ഡെസ്ക് മേക്കോർ ചെയ്യണമെന്നൊന്നും ഒരു മൈൻഡും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ മൈൻഡ് എവിടെ നിന്നാണ് വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ടേബിളിൻ്റെ കോലം കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ടേബിളിൽ ഇങ്ങനെ വരാനുള്ള റീസൺ വേറൊന്നുമല്ല. ഇത് ഞാൻ ക്ലേ വീട്ടിലുണ്ടാക്കിയിട്ട് അത് ടേബിളിൽ വെച്ച് ആണ് പരീക്ഷിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം പരീക്ഷിച്ച സമയത്ത് ഞാൻ ടേബിളിൻ്റെ മുകളിൽ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെലോ ടാപ്പ്. അതൊട്ടിച്ചത് തന്നെ ഇതിലൊന്നും ആവാതിരിക്കാനാണ്. സത്യം പറഞ്ഞാൽ അത് ഒട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഒട്ടിച്ചുകൊണ്ട് തന്നെ അതിൽ ഫുള്ള് ഇത് ഇങ്ങനത്തെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം എൻ്റെ ടേബിളുണ്ടപ്പോൾ. അവസാനം ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്, അത് എത്ര നോക്കിയിട്ടും പോകുന്നില്ല. പിന്നെ ഞാൻ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചു, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷിൻ്റെ അടുക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇത് അടുക്കി വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പക്ഷേ ആ ഒരു ക്ലേ ഇതിലൊട്ടിച്ചതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോൾ ഒട്ടിച്ചുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ഡ്രസ് മേക്കോർ ചെയ്തത്. ആൻഡ് ഫൈനലി ഉള്ള ഒരു ലുക്ക് എനിക്ക് നല്ല ഇഷ്ടവും പെട്ടു. അതുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്തതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നത്. ഇത് ചെയ്തിട്ടൊട്ട് സാറ്റിസ്ഫൈ ആയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 6-7-8 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ വീഡിയോ. അത്രയും ധാരാളമാണെന്ന് പറയാം. ഞാൻ ഇത്രയും ലോങ് ആയിട്ട് അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റേതായൊരു നെർവസ് എനിക്ക് ഉണ്ട് താനും. ഇപ്പോൾ നമ്മൾ ഡ്രസ് മേക്കോറാണ് ചെയ്തത്, പക്ഷേ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നാണ് പോൾ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞത്. പക്ഷേ വീഡിയോസിൽ 3-4 പേര് പറഞ്ഞത് ഡ്രസ് മേക്കോർ ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ് മേക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓൾറെഡി എൻ്റെ ടേബിൾ ഒരു കോലത്തിലിരിക്കുകയാണ്, ഞാൻ ഡ്രസ് മേക്കോർ ചെയ്യാനും ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഡ്രസ് മേക്കോർ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഡ്രസ് മേക്കോറിലെ രണ്ടാമത്തെ ടാസ്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു ബ്രഷ് കളക്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോയർ ഒതുക്കുക എന്നുള്ളതാണ്. എൻ്റെ സാധനങ്ങൾ, എനിക്ക് അധിക സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഉണ്ട്, അത് വെക്കാനാണ് ഞാനിത് വാങ്ങിച്ചത്. ആൻഡ് എനിക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നോക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ കുറച്ച് ടു ഡു ലിസ്റ്റും മീമോസ് എഴുതുന്നതും ഡെയിലി ചാലഞ്ചസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ജേർണൽ ചെയ്യാനാണ് കേട്ടോ ആ ക്ലിപ്പ് വെച്ചത്. ഞാൻ ക്ലിപ്പൊന്നും തലയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനത് ജേർണലിനെടുത്തതാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നോക്കി വരച്ച് കളർ ചെയ്ത സ്റ്റിക്കേഴ്സാണ്. ഇത് പേപ്പർ സ്റ്റിക്കേഴ്സാണ്, ബാക്കിൽ സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഗമ്മ് തേച്ചാലേ അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മൾ അതും ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ എത്രയോ മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കി കളക്ട് ചെയ്ത് വെച്ച് ബോക്സിലാക്കുന്നതാണ്. ഡേ ഇൻ മൈ ലൈഫ് ഈ ഒരു മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് ഞാൻ പണ്ടേ അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നു, അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ് മേക്ക് ഓവർ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യണതില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല, വീഡിയോയിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അതാണ് സംഭവം. അപ്പോൾ ഇത് കുറച്ച് ജേർണൽ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ജേർണൽ ഐറ്റംസ് എന്ത് വാങ്ങിച്ചാലും അതിങ്ങനെ വെച്ച് ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് പെട്ടെന്ന് തീക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇത്രയായിട്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറേ നാൾ ജേർണൽ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും കുറേ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ജേർണൽ മാത്രം പോരല്ലോ, ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങളും കൂടെ വേണമല്ലോ നമുക്ക്. അപ്പം അതും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലാതെ കുറച്ച് സ്റ്റിക്കേഴ്സും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സും ഒക്കെ ഞാനിതിൽ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ജേർണൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മുതൽ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. നടക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നടന്നാൽ അത്രയും സന്തോഷം. നടക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നടത്തിയെടുക്കും. ഏകദേശം
കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ നിരത്തി വയ്ക്കാൻ പോവുകയാണെന്ന്. ഒരിക്കലും അല്ല. എന്തായാലും ഡെസ്ക് മേക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡെസ്കിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു ഡ്രോയറും കൂടെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചത് കേട്ടോ. അതിൻ്റെ അകത്താണ് ഞാൻ ജേർണൽ സപ്ലൈസൊക്കെ വെക്കാറ്. പിന്നെ ഇത് നമ്മൾ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റില്ലേ. ഞാൻ ക്യൂട്ടാണെന്നേ പറയുള്ളൂ, കാരണം ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരെണ്ണമാണ്. ഞാനത് ഇതിൽ തന്നെ വെച്ചെടുത്തു, കാരണം അതിൽ വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് അത് ഇതിലാക്കി. പിന്നെ ഇത് അതിലൊന്ന് ഒട്ടിച്ച് വെച്ചെടുത്തു. ഒട്ടിച്ചല്ല, തൂക്കിയിട്ടു. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കാണുന്നതെല്ലാം ജബാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം ലോങ് വീഡിയോ കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അത് ഈ ഒരു മെഴുകുതിരിയും പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന കിടില സാധനമാണ്. ഇത് കിടില സാധനമാണെന്ന് പറയാനുള്ള റീസൺ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കുറേ സാധനങ്ങളൊക്കെ ഡെസ്ക് മേക്കറിന് വാങ്ങിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതെന്താ എല്ലാത്തിനൊരു ബ്ലൂ മയം എന്ന്. പിന്നെ ഞാൻ അതങ്ങ് സെറ്റാക്കി എടുത്തു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തൊലിപ്പൊക്കെ നമ്മുടെ കൂടുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് സാറേ പേടിക്കുന്നത്. പിന്നെ അല്ലാതെ പർപ്പിളും ബ്ലൂവും പിങ്കും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു തീമില്ല. മൊത്തത്തിൽ നമ്മൾ ടേബിൾ ഫുള്ള് പല പല കളറിലാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതാണ് രസം കാണാൻ വേണ്ടി. നമുക്കിങ്ങനെ ഓരോ സമയത്തും ഓരോ കളറൊക്കെ ചെയ്യാൻ തോന്നില്ലേ? അങ്ങനെയൊന്നും തോന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്യാൻ തോന്നും. പിന്നെ ഞാനിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജേർണൽ സപ്ലൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മേടിച്ചപ്പോൾ കിട്ടിയ 5-6 പിന്നെ ബാക്കി നിങ്ങൾക്കതിൽ കാണുമ്പോൾ തന്നെ ഞാൻ വരച്ചത് ഏതാണെന്ന് മനസ്സിലാവും. അതൊക്കെ വെച്ച് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തിനാണ് വെറുതെ പുറത്തുനിന്ന് മേടിച്ച് വെറുതെ കളയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ അങ്ങ് ഉണ്ടാക്കി. ഇതുപോലുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയുക, നമ്മളങ്ങ് ഉണ്ടാക്കുന്നതാണ്. ഇതിലധികം പാടൊന്നുമില്ല, ജസ്റ്റ് വരച്ചു കൊടുക്കുക. പിന്നെ അതിന് ശേഷം ബാക്കിൽ എന്തെങ്കിലും ടൈപ്പ് വയ്ക്കുക. പിന്നെ എൻ്റെ ടേബിളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വൃത്തികേടാണ് കേട്ടോ ഇത് സ്കെച്ചൊക്കെ ആയിട്ട് അങ്ങനെ ആയതാണ്. സ്കെച്ചൊക്കെ തുറന്നൊക്കെ മുമ്പ് ഇരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ലെങ്കിലും മുമ്പ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടേബിൾ ഫുള്ള് കുളമായിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതും കൂടെ സെറ്റാക്കി നമ്മളവിടെ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ കവർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അത് അധികം ഹൈലൈറ്റ് അല്ലാതെ മറഞ്ഞു പോയി. അതായിരുന്നു എനിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ നമ്മളതും സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്ക് മേക്കറിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം എടുത്ത് ചെയ്യാൻ. ഞാൻ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോ 15 അരമണിക്കൂറിനകത്ത് എന്തായാലും ചെയ്ത് തീരുന്നതാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിപ്പോഴേ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നും കൊണ്ടല്ല. വീഡിയോ തീരാറായിട്ടുള്ള കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ബുക്കും പിന്നെ വേറെ ഏതോ ബുക്കും, അത് ഞാൻ അധികം വായിക്കാറില്ല. ഇതാണ് ഞാൻ കൂടുതലും വായിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ലാമ്പും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക് മേക്കർ ഇവിടെ കഴിയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റിൽ പറയാം അടുത്ത ഏത് വീഡിയോ വേണ്ടതെന്ന്. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഓക്കെ.